ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് യുവതി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം കേരളക്കരയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ ഇപ്പോൾ വ്യാപകമായ പരാതികളാണ് ഉയരുന്നത്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക്കാണ് ആത്മഹത്യ ചെയ്തത്. തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്തതിലുള്ള മനോവിഷമവും പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടായ അപമാനവുമാണ് ദീപകിനെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, DGP റവാഡ ചന്ദ്രശേഖർ, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് യുവതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട നിരവധി പരാതികൾ ലഭിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്യ നടത്തിയതിനും ആത്മഹത്യാ പ്രേരണയ്ക്കുമാണ് പരാതികൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള ബസ് യാത്രക്കിടെ ദീപക് തന്നോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് യുവതി രംഗത്തെത്തിയത്. ബസ്സിനുള്ളിൽ വെച്ച് ചിത്രീകരിച്ച ദീപകിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇവർ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ പങ്കുവച്ചത്. യുവതിയുടെ വീഡിയോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വൈറലായി. ആയിരക്കണക്കിന് ആളുകൾ ദീപകിനെതിരെ രൂക്ഷമായ കമന്റുകളുമായി രംഗത്തെത്തി. യാതൊരു അന്വേഷണവും കൂടാതെ ദീപകിനെ കുറ്റക്കാരനായി മുദ്ര കുത്തുന്ന രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടന്നത്. വീഡിയോ പുറത്തു വന്നതോടെ ദീപക് മാനസികമായി തകർന്നിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ദീപക് പറഞ്ഞിരുന്നു. എന്നാൽ സൈബർ ഇടങ്ങളിലെ വിചാരണയും കുടുംബത്തിനുണ്ടായ മാനക്കേടും യുവാവിനെ തളർത്തി. ശനിയാഴ്ച രാത്രി വൈകിയും ദീപക് അസ്വസ്ഥനായിരുന്നു. ഞായറാഴ്ച രാവിലെ ഏറെ വൈകിട്ടും ദീപകിനെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഗോവിന്ദപുരത്തെ വീട്ടിലെ മുറിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദീപകിന്റെ മരണവാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയുടെ നിലപാട് മാറി. ഒരു വ്യക്തിയെ കുറ്റക്കാരനായി കോടതി വിധിക്കുന്നതിന് മുൻപേ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ക്രൂശിക്കുന്ന രീതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. യുവതിക്കെതിരെ അന്വേഷണം നടത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഒരുങ്ങുകയാണ്. ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ആരോപണത്തിന് ആധാരമായ സംഭവത്തിൽ സത്യമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. വീഡിയോയിൽ ദീപക് അപമര്യാദയായി പെരുമാറുന്നത് വ്യക്തമല്ലെന്നും കേവലം ആരോപണം മാത്രമാണ് യുവതി ഉന്നയിച്ചതെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ദീപകിനെതിരെ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള കുറ്റവിചാരണ ഒരാളുടെ ജീവൻ എടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത് ഗൗരവകരമായ വിഷയമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിനെയാണ് അറിയിക്കേണ്ടതെന്നും സമാന്തര വിചാരണ പാടില്ലെന്നും ഇവർ പറയുന്നു. ദീപകിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ദീപക് ആർക്കെങ്കിലും സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടോ എന്നും ആത്മഹത്യക്കുറിപ്പ് ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ കേസിൽ യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ നിയമ ഉപദേശം തേടാനാണ് പോലീസ് നീക്കം. വ്യക്തിഹത്യയിലൂടെ ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടാൽ അത് നിയമപരമായി വലിയ കുറ്റമാണ്. യുവതിയുടെ ആരോപണത്തിന് മുന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിൽ വരും. ദീപകിന്റെ കുടുംബം ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. കുറ്റക്കാർക്കെതിരെ ശിക്ഷ വേണമെന്നാണ് അവരുടെ ആവശ്യം. കേരളത്തിൽ അടുത്തിടെയായി സോഷ്യൽ മീഡിയ വഴിയുള്ള ആരോപണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കൃത്യമായ തെളിവുകളില്ലാതെ വ്യക്തികളെ അപമാനിക്കുന്ന പ്രവണതയ്ക്കെതിരെ കർശന നടപടി വേണമെന്ന് സാംസ്കാരിക പ്രവർത്തകരും ആവശ്യപ്പെടുന്നു. ദീപകിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കും. യുവതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. ഈ വീഡിയോ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനഃപൂർവ്വം ഒരാളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ IT ആക്ട് പ്രകാരം കേസെടുക്കാൻ സാധിക്കും. ഈ കേസിലും ദീപകിനെതിരെ വീഡിയോ പങ്കുവച്ച സാഹചര്യവും അതിന് ലഭിച്ച പ്രതികരണങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ ആവേശത്തോടെ ഷെയർ ചെയ്യുന്ന വീഡിയോകൾ ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ധൃതി പിടിച്ചുള്ള വിധി തീർപ്പുകൾ ഒഴിവാക്കണമെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ദീപകിന്റെ അകാല നിര്യാണത്തിൽ നാട് കണ്ണീരോടെ വിട പറയുമ്പോൾ ഈ സംഭവം നിയമവ്യവസ്ഥയ്ക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഒരു പാഠമാവുകയാണ്. സത്യം പുറത്തു വരണമെന്ന ഉറച്ച നിലപാടിലാണ് ഗോവിന്ദപുരം നിവാസികൾ. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പോലീസ് ഉറപ്പു നൽകുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.